ജയിലുകളിൽ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സുരക്ഷ വർദ്ധിപ്പിക്കും. ജയിൽ ചാട്ടം ഒഴിവാക്കാൻ ഡ്രോൺ നിരീക്ഷണവും പരിഗണനയിലുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നായിരിക്കും പദ്ധതി തുടങ്ങുക. ഭക്ഷണ മെനുവിലും മാറ്റം വരുത്താനാണ് ആലോചന. ജയിലുകളുടെ പേരുമാറ്റവും പരിഗണനയിലുണ്ട്. ജെയ്സൺ മണിയങ്ങാട് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ജെയ്സൺ, ഈ ജയിലിൽ പോകുന്ന പ്രതികളൊക്കെ പിന്നീട് റിമാൻഡ് കാലാവധിക്കിടെ അല്ലെങ്കിൽ പിന്നീട് ശിക്ഷ കഴിഞ്ഞ് ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ, പരോളിലൊക്കെ ഇറങ്ങുമ്പോൾ അവരുടെ രൂപമാറ്റമൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാകാറുണ്ട്. ജയിലുകളിൽ സുരക്ഷിതമാണ്, വളരെ നല്ല ഭക്ഷണമാണ് എന്നൊക്കെ നേരത്തെ തന്നെ ജയിലുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഈ ഭക്ഷണ മെനുവിലടക്കം എങ്ങനെയുള്ള മാറ്റത്തിനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഈ പറഞ്ഞ ഡ്രോൺ നിരീക്ഷണം, അതിൻ്റെയൊക്കെ പ്രായോഗികത സംബന്ധിച്ച് എങ്ങനെയാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് ഏതെങ്കിലും വിധത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? മറ്റേതെങ്കിലും സർക്കാരുകൾ സമാനമായ രീതിയിലുള്ള സംവിധാനം നടപ്പാക്കിയിട്ടുണ്ടോ? അതിൻ്റെ ഏതെങ്കിലും മാതൃകയാണോ കേരളത്തിലെ ജയിലുകളിലും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്? ജോഷി, ആദ്യം തന്നെ നമുക്ക് ഭക്ഷണ കാര്യങ്ങളിലേക്ക് തന്നെ പറയാം. ഭക്ഷണ കാര്യങ്ങളിൽ മട്ടൻ നേരത്തെ തന്നെ വലിയ ആക്ഷേപമുണ്ടാക്കിയ ഒന്നാണ്. ജയിലുകളിൽ ഓരോ തടവ് പുള്ളിക്കും 100 ഗ്രാം വീതം മട്ടൻ എല്ലാ ആഴ്ചകളിലും നൽകുന്നു. അത് വലിയ സാമ്പത്തിക ചിലവ് ഉണ്ടാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ മട്ടനൊക്കെ കഴിച്ചതിന് ശേഷം ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കൂടുന്നു. ഇത് കണ്ടെത്തിയതിന് ശേഷം കൊണ്ടാണ് മട്ടൻ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മട്ടന് പകരം ചിക്കൻ നൽകി, പ്രോട്ടീൻ ആഹാരമാണ് ചിക്കൻ നൽകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജയിലധികൃതർ എത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രഖ്യാപനമൊക്കെ ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ജയിലിലെ സുരക്ഷ സംബന്ധിച്ചാണ്. ജയിലിൽ തടവുപുള്ളികൾ പുറത്തേക്ക് ചാടുന്നു. അത് ഇപ്പോഴും അതിൽ ഒരു മാറ്റവുമില്ല. മാത്രവുമല്ല, ജയിലിനുള്ളിൽ വലിയ തോതിൽ തടവുപുള്ളികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതനുസരിച്ച് AI ക്യാമറകളൊക്കെ വെച്ചാൽ 20 പേരിൽ അധികം ഒരു പ്രദേശത്ത് കൂടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ജയിൽ സൂപ്രണ്ടിന് അലാറം വരും. അത്തരത്തിൽ അലാറം എത്തുന്നതോടുകൂടി അവർക്കെല്ലാം സജ്ജമായി വന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് പ്രധാനമായും ഒരുങ്ങുന്നത്. മാത്രവുമല്ല, ജയിലിൻ്റെ മതിലുകൾക്ക് അരികിൽ വലിയ ഡ്രോൺ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത് നിരീക്ഷിക്കുന്നതോടെ പുറത്തു നിന്നും ആരെങ്കിലും ഉള്ളിലേക്ക്, നമുക്കറിയാം ലഹരി വസ്തുക്കൾ അടക്കം ഉള്ളിലേക്ക് എറിയുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ പലയിടത്തും കണ്ടതാണ്. മൊബൈൽ ഫോണുകൾ എറിയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലും പൂജപ്പുര സെൻട്രൽ ജയിലിലും ഒക്കെ നമ്മൾ കേട്ടതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്തെങ്കിലും എറിയുന്നുണ്ടോ എന്നുള്ളത് മട്ടൺ ഒഴിവാക്കുന്നു. പക്ഷേ ഗോതമ്പുണ്ടയുടെ കാലം കഴിഞ്ഞിട്ട്, ജയിലുകളിലെ ഗോതമ്പുണ്ടയുടെ കാലം കഴിഞ്ഞിട്ട് നാള് കുറേയായി. അതിനുശേഷമാണ് ഈ പറയുന്ന ചിക്കനും മട്ടനും ഒക്കെ കൊണ്ടുവന്നത്. പക്ഷേ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലേക്ക് പോയാൽ ഈ ജയിലിലുള്ള സംവിധാനങ്ങളെക്കാൾ അധികം സെല്ലിനകത്ത് ഉള്ളിൽ കിടക്കുന്നവർക്കുണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ എങ്ങനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ, അതിനുശേഷം പിന്നീട് വിയൂരിലടക്കം കിടന്നതെന്ന് നമുക്കറിവുള്ളതാണല്ലോ. അതായത് ഈ ജയിലിനുള്ളിലുള്ളതിനേക്കാൾ കൂടുതൽ, ഈ പറയുന്ന സെൻട്രൽ ജയിലുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സാങ്കേതിക വിദ്യയുടെ സൗകര്യത്തോടു കൂടിയാണ് ഈ പറയുന്ന തടവുപുള്ളികൾ, കുപ്രസിദ്ധരായ തടവുപുള്ളികൾ പലരും സെൻട്രൽ ജയിലുകളിൽ സെല്ലിനുള്ളിൽ കഴിയുന്നത്. അതിനെയൊക്കെ എങ്ങനെ മറികടക്കാനാവും? പ്രത്യേകിച്ചും ഇടക്കാലത്ത് ജാമറുകളടക്കം ഉപയോഗിക്കുന്നത്, ജയിൽ സെല്ലുകൾക്ക് സമീപം ജാമറുകളടക്കമുള്ള ഉപയോഗിക്കുന്നത് പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ അതിന് ശേഷവും എത്രയോ വട്ടം കണ്ണൂരിലടക്കം വിയൂരടക്കം എത്രയോ വട്ടം പരിശോധന നടത്തിയിട്ടും അവിടെ കുഴിച്ചിട്ട നിലയിൽ, അവിടെ ഒളിപ്പിച്ചിട്ട നിലയിൽ സിം കാർഡുകൾ, ഫോണുകൾ ഒക്കെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന്, ഈ പറയുന്ന കുറ്റവാളികളുടെ ഭാഗത്ത് നിന്ന്. അത് ഏതെങ്കിലും തരത്തിൽ ചെറുക്കാൻ, അതേതെങ്കിലും വിധത്തിൽ തടയാൻ ഈ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ടോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? അകത്തേക്ക് പോകുന്ന ചെരുപ്പിൻ്റെ സ്റ്റോളിനുള്ളിൽ ബ്ലേഡ് കൊണ്ട് മാർക്കുണ്ടാക്കി അതിനുള്ളിൽ ഈ സിം കാർഡും മൊബൈൽ ഫോണും ഒക്കെ വെച്ചുകൊണ്ടുപോയ സംഭവങ്ങളും കേരളത്തിലെ ജയിലിനുള്ളിൽ ഉണ്ടല്ലോ ജയ്സ. ജോഷി, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇതിൽ പ്രധാനമായും തടവ് പുള്ളികളെ പരിശോധിക്കുന്നുണ്ട്. തടവ് പുള്ളികൾ പുറത്തുനിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് പരിശോധനയിലൂടെ മാറ്റാൻ സാധിക്കും. പക്ഷേ അതിനപ്പുറത്തോട്ട് മതിലുകൾ കൂടി കല്ല് വെച്ച് വലിച്ചെറിഞ്ഞ് ഉള്ളിലേക്ക് എത്തിക്കുന്ന സാങ്കേതിക രീതികളൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ജയിലധികൃതർ പറയുന്നില്ല. പക്ഷേ ഒരു താൽക്കാലിക പരിഹാരം, കുറച്ചെങ്കിലും ഒരു പരിഹാരം, അത് മാത്രമാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലടക്കം ഇത്തരത്തിലുള്ള AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച്
കുറച്ചെങ്കിലും പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ലക്ഷ്യം വെക്കുന്നത്. പൂർണ്ണമായും പരിഹാരം കാണാൻ സാധിക്കും എന്ന് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. പക്ഷേ ഒരു പഠനം നടത്തിയപ്പോൾ ജയിലിലേക്ക് എത്തുന്ന മൊബൈൽ ഫോൺ അടക്കമുള്ള ലഹരി മരുന്നുകൾ അടക്കമുള്ളവയിൽ പ്രധാന പങ്കും എത്തുന്നത് ഇത്തരത്തിൽ പുറത്തു നിന്നും ആളുകൾ അകത്തേക്ക് എറിയുന്നതാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. ഇത് പരീക്ഷണഘട്ടം മാത്രമാണ്. ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉപയോഗിച്ച് നോക്കും. അത് എത്രമാത്രം വിജയിക്കുന്നു, എത്രമാത്രം ഇതിൽ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും കേരളത്തിലെ മറ്റ് ജയിലുകളിലേക്ക് പോകുന്നത്. ഇത് വിദേശത്ത് നടപ്പിലാക്കിയ വിജയിച്ച കാര്യമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് ജയിൽ ചുമതലയുള്ള ജയിൽ പരിഷ്കരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് മുമ്പിലുണ്ട്. അത് മറക്കരുത്. അടുത്ത കാലത്ത് അദ്ദേഹം കൊടുത്തതാണ്. കാരണം കേരളത്തിലെ ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ജയിലുകൾ എങ്ങനെ പരിഷ്കരിക്കാം, സാങ്കേതികമായി എങ്ങനെ പരിഷ്കരിക്കാം, എങ്ങനെ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാം, എങ്ങനെ അവിടെ കഴിയുന്ന തടവ് പുള്ളികളുടെ വെൽഫെയർ എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളിലടക്കം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ സമിതി കൊടുത്ത റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ മേശപ്പുറത്തുണ്ട് എന്നുള്ള കാര്യം നാം മറന്നുകൂടാ. Big TV, without fear or favor.